മമ്മൂട്ടി ഭയങ്കര ഇമോഷണൽ ആയിട്ട് സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ ഉണ്ട്. അതിൽ മൂപ്പര് സംസാരിക്കുന്നത് മുരളീനെ പറ്റിയിട്ടാണ്. മൂപ്പരയിൽ പറയുന്നുണ്ട്, മൂപ്പര് മദ്യപിക്കുന്ന ഒരാളല്ല, മൂപ്പര് മദ്യസേവ നടത്തുന്ന ഒരാളല്ല, പക്ഷെ ആരെങ്കിലും ഡ്രിങ്ക് ചെയ്ത ബില്ല് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുരളിയുടെയാണ്. അത് തന്നെ നമുക്ക് അവരുടെ ഒരു ബന്ധത്തിന്റെ ഒരു ആഴം മനസ്സിലാവും. ശേഷം മൂപ്പര് അത്ര ഇമോഷണൽ ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, പെട്ടെന്നൊരു ദിവസം ഞാൻ മുരളിക്ക് ശത്രുവായി, എന്താണ് അതിന്റെ റീസൺ എന്ന് മൂപ്പർക്ക് അറിയില്ല എന്ന്. ഇതുപോലെ നമ്മുടെയൊക്കെ ലൈഫിൽ ഒരു വ്യക്തി ഉണ്ടായിരിക്കും, നമ്മൾ പെട്ടെന്ന് കണക്ട് ആയിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു ടൈം പീരീഡ് മുഴുവനും ആളായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടാവുക. ആളായിട്ട് വല്ലാത്തൊരു ബോണ്ടിങ് ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു ടൈം പീരീഡിൽ ഒരിക്കലും ചിന്തിക്കുന്നുണ്ടായിരിക്കില്ല എന്നെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുന്ന ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. പക്ഷെ പെട്ടെന്ന് ആ ഒരു കണക്ഷൻ പോവും. ഇപ്പൊ കണ്ടാ മിണ്ടാത്ത തരത്തിലേക്ക് ആ ഒരു ബന്ധം പോയിട്ടുണ്ടാവും. ഇതിന്റെ ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാല്, എന്തുകൊണ്ടാണ് ആ ഒരു കണക്ഷൻ ബിൽഡായിന്നോ, എങ്ങനെയാണ് ആ ഒരു കണക്ഷൻ പോയിന്നോ, ലൈക്ക് രണ്ടിന്റെ റീസൺസ് നമുക്ക് അറിയണ്ടായിരിക്കില്ല. ചില ബന്ധങ്ങൾ അങ്ങനെയാണ്. എങ്ങനെയാണ് നമ്മൾ ക്ലോസ് ആയതെന്നോ എന്തുകൊണ്ടാണ് നമ്മൾ സ്ട്രേഞ്ചേഴ്സ് ആയെന്നോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവില്ല. ലൈഫിൽ അതൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് ഇങ്ങനെ ബാക്കി നിൽക്കും.